ഹാളൻഡിനെയൊക്കെ പൂട്ടിയൊരു ടീമാണ് ഇംഗ്ലണ്ട്. ഈ ഇംഗ്ലണ്ടാണ് അർജന്റീനക്കെതിരെ മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ച് എന്തായിരിക്കും എന്നുള്ളത് ഈസി കേക്ക് ഒക്കെ ആവും. ഇംഗ്ലണ്ട് അർജന്റീന ഒരു മത്സരം വരുമ്പോൾ ഇപ്പോൾ നേരത്തെ 2002 പിന്നെ നേരത്തെ ഷാഫിക്ക് ഓർമ്മിപ്പിച്ചു. എനിക്കൊക്കെ ഓർമ്മയുള്ള ഇതിന് മുമ്പ് അർജന്റീനയും ഇംഗ്ലണ്ടും നേർക്കുന്നവർ വന്നൊരു മത്സരം. എനിക്ക് തോന്നുന്നു വേൾഡ് കപ്പിൽ ഇതിന് മുമ്പ് ഫേസ് ടു ഫേസ് വന്നത് 2002 അതിൽ പിന്നെ നമ്മുടെ ബെക്കാമിൻ്റെ ഒരു പെനാൽറ്റി ഗോളിൽ ഇംഗ്ലണ്ട് ജയിക്കുന്നു. മൈക്കലോവനെ ഫൗൾ ചെയ്ത ആരാന്നറിയോ? പോഷറ്റിനോ ആണ്. ഇന്ന് അമേരിക്കയുടെ കോച്ചായിരുന്ന പോഷറ്റിനോ. അപ്പോൾ പോഷറ്റിനോയുടെ ആ ഫൗളിൽ പിന്നെ ഇത് വരുന്നു, പെനാൽറ്റി വരുന്നു. ബെക്കാമിൻ്റെ സിംഗിൾ ഗോളിൽ പെനാൽറ്റി ഗോളിൽ അർജന്റീന ആ മത്സരം തോൽക്കുന്നു. പിന്നെ സ്വീഡനായിട്ട് സമനില വഴങ്ങുന്നു. അങ്ങനെ വേൾഡ് കപ്പിൽ നിന്ന് പുറത്താകുന്നു. അത് എന്തു സംഘം എന്ന് പറയും. മാർസലോ ബിയൽസയുടെ, ബാറ്റിസ്റ്റൂട്ട, പിന്നെ ക്രെസ്പോ ഉണ്ട്, ഒർട്ടേഗ ഉണ്ട്. പിന്നെ ഇന്നിപ്പോൾ അർജന്റീനയുടെ കോച്ചിങ് സ്റ്റാഫിലുള്ള അയാളെയും സാമുവൽസും പിന്നെ ഐമറും 3 പേരുള്ള ഗംഭീരമായ സിമിയോണി ഉണ്ട് ആ ടീമിൽ. സാനറ്റി ഉണ്ട്. സ്വപ്ന സംഘം എന്നൊക്കെ അർജന്റീനയുടെ എക്കാലത്തെയും മികച്ച സ്വപ്ന സംഘം എന്ന് വെച്ചാൽ ആ ക്വാളിഫയിങ് റൗണ്ടിലൊക്കെ ഒരൊറ്റ മാച്ച് പോലും തോക്കാതെ അതിഗംഭീരമായി വന്ന ഒരു ടീമിന് വേൾഡ് കപ്പിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ഇപ്പോഴും ഒരു ദുരൂഹതയും നിഗൂഢതയാണ്. മാർസലോ ബിയൽസയാണ് ടിക്കി ടാക്കൊക്കെ വിത്ത് പാകിയ ഒരു ഗംഭീര കോച്ചാണ്. അപ്പോൾ അയാളുടെ ഒരു ബിയൽസ സ്കൂൾ ഓഫ് ഫുട്ബോൾ എന്ന് പറഞ്ഞൊരു ഒരു പ്രയോഗം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അയാൾ കൊണ്ടുവന്ന ആ ടീമിന് എന്ത് പറ്റി എന്നുള്ളത് ഇപ്പോഴും ആർക്കും മനസ്സിലാവാത്തത്. അതായത് ഇപ്പോൾ നിലവിലുള്ള ടീമിനെക്കാട്ടിലും ഒരുപക്ഷെ നല്ലൊരു ടീം കളിച്ച വേൾഡ് കപ്പിലെ ഏറ്റവും നല്ല ടീമുകൾ 2002-2006 മനോഹരമായി ഫുട്ബോൾ കളിച്ചിട്ട് ഏറ്റവും മനോഹരമായി ഫുട്ബോൾ കളിച്ച ഒരു ടീം. ആ യോഗ്യതാ റൗണ്ടിലെ മാച്ചൊക്കെ പലപ്പോഴും നമ്മൾ കാണാൻ അവസരം ഉണ്ടായിരുന്നു ഈ യൂട്യൂബിലൊക്കെ. എന്ത് മനോഹരമായിട്ടാണ് അവർ കളിക്കുക. ഈ ലാറ്റിൻ അമേരിക്കയുടെ തനത് സൗന്ദര്യത്തിൽ കുറിയ പാസ് വിട്ട് ഇങ്ങനെ അതിൽ നിന്നാണ് ഈ ടിക്കിട്ടാക്ക ഒക്കെ അനുഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു മാച്ചാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജന്റീനയും ഇംഗ്ലണ്ടും വരുമ്പോൾ തുല്യ ശക്തികളാണ്. ഒരു ഓപ്പൺ മാച്ച് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അർജന്റീന കഴിഞ്ഞ കളിയൊക്കെ ശരിയാണ്, കാപ്പ് വെർദെക്കെതിരെ ഒരുപാട് പിന്നെ കഷ്ടിച്ചാണ് കയറിയത്, സ്ട്രഗിൾ ചെയ്തു. മറ്റേ സ്വിറ്റ്സർലൻഡിനെതിരെ സ്ട്രഗിൾ ചെയ്തു. ഈജിപ്തിനെതിരെ പോലും സ്ട്രഗിൾ ചെയ്തു. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ, ഒരു എലൈറ്റ് ടീമും താരതമ്യേന അശക്തരായൊരു ടീമും വരുമ്പോൾ സ്വാഭാവികമായും ഈ അശക്തരായ ടീമിന് ചെയ്യാനുള്ളത് ഈ ഹൈലൈൻ ഡിഫൻസും വെച്ച് ഒരുക്കിയിട്ട് പരമാവധി വരെ ടാക്കിൾ ചെയ്യുക, കിട്ടുന്ന പിന്നെ സമയം ഗോളടിക്കുക എന്നുള്ളതല്ലേ. ഒരു ഓപ്പൺ മാച്ച് വന്നിട്ടില്ലല്ലോ ഇതുവരെ. അർജന്റീനയായിട്ടൊരു ഓപ്പൺ മാച്ച് വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത്. രണ്ടിനും നല്ല മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്. അർജന്റീനക്കും ഇംഗ്ലണ്ടിനും തുല്യ ശക്തികളുടെ ഒരു ഓപ്പൺ ഫൈറ്റ് വരുമ്പോൾ ഗംഭീരമായ മാച്ചായിരിക്കും എന്നുള്ള കാര്യത്തൊരു സംശയമില്ല. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരു വിന്നബിലിറ്റി കൂടുതൽ, ജയസാധ്യത കൂടുതൽ അർജന്റീനയ്ക്ക് തന്നെയാണ്. ഞാൻ അർജന്റീനയുടെ കൂടെ തന്നെയാണ്. എന്ന് വെച്ചാൽ മിഡ്ഫീൽഡിനെ ആണല്ലോ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ അർജന്റീന മിഡ്ഫീൽഡേഴ്സ് എന്ന് പറയുമ്പോൾ എൻസോയും മെക്കാലിസ്റ്ററും ഡിഫൻസിൽ റൊമേറോയും 3 പേരും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കളിക്കുന്നവരാണ്. 3 പേരും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പിന്നെ മുൻനിര ടീമുകളിലെ ഫസ്റ്റ് 11 പ്ലെയേഴ്സാണ് 3 പേരും. അപ്പോൾ ഈ ഇംഗ്ലണ്ട് ടീമിൽ മെസ്സി ഇതുവരെ ഇംഗ്ലണ്ട് ടീമിനെ ഫേസ് ചെയ്തിട്ടില്ല. അതൊരു പോരായ്മയായിട്ടൊക്കെ വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെ കാര്യമില്ല, ഈ അർജന്റീനയുടെ നെടുംതൂണുകളായ ഈ 3 പ്ലേയേഴ്സും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഈ പറഞ്ഞ താരങ്ങൾ ലിസാൻഡ്രോ മാനുവിൻ്റെ ലിസാൻഡ്രോ. അപ്പോൾ 4 പേര്, ഈ 4 പേരും ഫസ്റ്റ് 11-ൽ അർജന്റീനയ്ക്കെതിരെ ഉണ്ടാകുന്നവരാണ്. ഇവരൊക്കെ ഈ ഓരോ ഇംഗ്ലണ്ട് പ്ലേയേഴ്സിനെതിരെയും കളിച്ച് വലിയ ക്രൂഷ്യൽ മാച്ചുകൾ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ടീമുകളാണ്. അതുകൊണ്ട് എക്സ്പീരിയൻസ് വൈസ് നമ്മൾ അർജന്റീനയെ ഇംഗ്ലണ്ടിനോട് താഴ്ത്തി കിട്ടുന്നതിൽ ഒരർത്ഥവുമില്ല. പിന്നെ ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ്. ലയണൽ മെസ്സിയെ എങ്ങനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും, ലയണൽ മെസ്സിയായിട്ടുള്ള കണക്ഷൻ എങ്ങനെ വിച്ഛേദിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളതായിരിക്കും ടുഷേൽ ഇപ്പോഴും കാര്യമായി ആലോചിക്കുന്നത്. പക്ഷേ അത് എളുപ്പമല്ല. ഒരു ഓപ്പൺ മാച്ച് വരുമ്പോൾ ഒരിക്കലും എളുപ്പമല്ല. അപ്പോൾ ഒന്നുകിലും ഒരു ബസ് പാർക്കിംഗ് ഹൈലൈൻ ഡിഫൻസിലേക്ക് പോകണം, അല്ലെങ്കിൽ മെസ്സിയെ നോക്കാൻ വേണ്ടി മാത്രമായിട്ട് 2 പേരെ വെക്കുമ്പോൾ അത് ഒരു ശ്രമകരമായ പരിപാടിയായിരിക്കും പിന്നെ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇപ്പുറത്ത് ഇവൻ ഫോമിലേക്ക് എത്തിയ സമയം കൂടിയാണ് നമ്മുടെ അല്ല അർജന്റീനയിലെ അൽവാരസ് ഫോമിലേക്ക് എത്തിയ സമയമാണ്. എൻസോ വഴി അൽവാരസിലേക്ക് ഒരു റൂട്ട് പലപ്പോഴും ക്ലിയർ ഉണ്ടാക്കാൻ വേണ്ടി സ്കലോണി നോക്കിയതാണ്. പക്ഷേ ഇതുവരെ വിജയിച്ചിട്ടില്ല. പക്ഷെ അതും കൂടി ഒരു ഓപ്പൺ മാച്ച് വരുമ്പോഴത്തേക്കും പല പുതിയ റൂട്ടുകൾ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ ഓഫ് കോഴ്സ് അർജന്റീന ജയിക്കും. ഒരു 2-1
ലീഡിന് അർജന്റീന എന്തായാലും ആ കളിയിൽ ജയിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. 2-1. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പോൾ സ്വിറ്റ്സർലാൻഡാണ് ഇപ്പോൾ അർജന്റീനയ്ക്ക് ഞാൻ വിശ്വസിക്കുന്നത് ഒന്നും കൂടെ ടഫായിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അവർക്ക് ആ റെഡ് കാർഡ് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പം മാച്ചിന്റെ റിസൾട്ട് ഉറപ്പായിട്ട് റിസൾട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ സേഫൊക്കെ പറയുന്നത് ഇംഗ്ലണ്ടിന് ഈസി ആയിരിക്കും എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു സ്വിറ്റ്സർലാൻഡിനേക്കാളും ഒരു പടി മുകളിലുള്ള ടീമാണ് ഇംഗ്ലണ്ട്. അപ്പോൾ അതെങ്ങനെയായിരിക്കും ആ മാച്ച്? ഈ അർജന്റീന ഇംഗ്ലണ്ട് മാച്ച് നമ്മൾ നോക്കുമ്പോൾ വെറും നാളത്തെ അല്ലെങ്കിൽ ഈ വരും ദിവസങ്ങളിലെ മാച്ചിന് അപ്പുറത്തേക്ക് ഒരു ഹിസ്റ്റോറിക്കൽ കോൺടാക്ട് ഇതിനകത്ത് എപ്പോഴും ഉണ്ട്. നമുക്ക് 1966 മുതൽ അതിനൊരു ചരിത്രമുണ്ട്. 66 അർജന്റീനൻ്റെ ഒരു ക്യാപ്റ്റൻ്റെ റെഡ് കാർഡ് കാണിക്കുന്നതും അദ്ദേഹം കയറിപ്പോൾ വിസ്മരിക്കുന്നതായിട്ടുള്ള ചരിത്രം അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ 1982 അർജന്റീന ഇംഗ്ലണ്ടും തമ്മിൽ പിന്നെ ഫോക്ലാൻഡ് ഐലൻഡ്സിൽ യുദ്ധം നടക്കുന്നുണ്ട്. കുറേ പേര് കൊല്ലപ്പെട്ടിട്ടുള്ള ഒരു ദേശീയത പിന്നെ മറ്റേ ഉണർത്തിവിട്ടൊരു യുദ്ധമായിരുന്നു അത് ഭയങ്കരമായിട്ടൊരു ദേശീയ വികാരമായി. 1986 നമ്മൾ എന്ത് ചെയ്യുന്നു, ഇംഗ്ലണ്ട് അർജന്റീന മാച്ചിലാണ് നമ്മളിപ്പോഴും പറയപ്പെടുന്ന എൻ്റെ മോനൊക്കെ വോളിബോൾ എന്ന് പറയുന്ന, പക്ഷേ നമ്മളൊക്കെ വളരെ ആഹ്ലാദത്തോടു കൂടി പറയുന്ന ദൈവത്തിൻ്റെ ഗോൾ സംഭവിക്കുന്ന മറഡോണയുടെ ഗോളും അതിനേക്കാൾ ഒരു പക്ഷേ നൂറ്റാണ്ടിൻ്റെ ഗോളായിട്ടുള്ള മറഡോണയുടെ ആ ഡ്രിബ്ലിംഗ് ഗോളും കാണുന്നത് 1986. ആ വേൾഡ് കപ്പ് ആക്ച്വലി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ യുദ്ധം തന്നെയായിരുന്നു. അതിൽ അർജന്റീന ജയിച്ചു. പിന്നെ നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് ടു 1998 അതും ഒരു ഇതുപോലെ തന്നെയുള്ള യുദ്ധം തന്നെയായിരുന്നു. റൗണ്ട് ഓഫ് 16 അത് പ്രീ ക്വാർട്ടർ മാച്ചിലാണ് വരുന്നത്. ആ മാച്ചിൽ അർജന്റീന 2-2 സമനിലയാവുന്നു. 2 പെനാൽറ്റി പറഞ്ഞ മാച്ചാണ്. ഷൂട്ടൗട്ടിൽ അർജന്റീന ജയിച്ച് മുന്നേറുന്നുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിൽ ഡേവിഡ് ബെക്കാം റെഡ് കാർഡ് കണ്ട ഒരു മാച്ചായിരുന്നു. സിമിയോൺ ബെക്കാമും തമ്മിലുള്ള ഒരു കൺഫ്രണ്ടേഷൻ ഇപ്പോഴും എന്താ പറയുക ഓർക്കപ്പെടുന്ന സംഗതിയാണ്. അതിന് ശേഷം അതിൻ്റെ ഒരു ചൂട്, ആ മാച്ചിൻ്റെ ചൂടിലാണ് 2002 സേഫ് പറഞ്ഞ നമ്മുടെ മാർസലോ ബിയൽസയുടെ എന്താ പറയുക ഇൻവിൻസിബിൾ എന്നൊക്കെ പറയാൻ പറ്റുമായിരുന്ന ഒരു സ്ഥാനനിബിഡമായ പ്രവൃത്തി പരിചയം യുവത്വമൊക്കെ നിറഞ്ഞ എന്താ പറയുക അന്ന് നമുക്ക് കപ്പടിക്കുന്ന ഉറപ്പുള്ള ഒരു ടീം അർജന്റീനയായിരുന്നു. അവരെ എന്ത് ചെയ്യുന്നുണ്ട് വെറും ഒരു ഗോളിൽ തോൽപ്പിച്ചിട്ടാണ് പിന്നെ അന്ന് ഇംഗ്ലണ്ട് മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ വീണ്ടും അവിടെ നിങ്ങളുടെ മുന്നോട്ട് വരുമ്പോൾ ഇപ്പോൾ എത്ര വർഷമായി, 24 വർഷങ്ങൾക്ക് ശേഷമാണ് ഇംഗ്ലണ്ട് അർജന്റീന പോരാ. ആ കളിയിൽ ആരും ടീമിലില്ല. പറഞ്ഞ ഭാഷ വാൾട്ടർ സാമുവലും പാബ്ലോ എയ്മറും ഒക്കെ ഉണ്ട്. സെനറ്റ് എല്ലാ കളിയും കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഗതി അതാണ് ഇതൊരു ഹിസ്റ്റോറിക്കൽ കോൺടാക്ട്, ചരിത്രപരമായിട്ടുള്ള ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞ സംഗതി അതാണ്. ഈ മാച്ചിലേക്ക് വരുമ്പോൾ ഈ ത്രൂ ഔട്ട് ഹിസ്റ്ററി നമ്മൾ ചരിത്രം മൊത്തം നോക്കുമ്പോൾ രണ്ട് ഫുട്ബോൾ ടീമുകൾ കളിക്കുന്ന വെറും ഫുട്ബോൾ ഗ്രൗണ്ടിൽ തീരുന്ന ഒരു കളിയായിട്ടല്ല അർജന്റീന ഇംഗ്ലണ്ട് മാച്ച് ഒരു കാലത്തും കാണപ്പെട്ടിട്ടുള്ളത്. ഇപ്രാവശ്യം അതല്ല. ഞാൻ പറയുകയാണെങ്കിൽ ഒരു ടാക്ടിക്കൽ ഡിസിപ്ലിനുള്ള അങ്ങനത്തെ ഒരു ടീമായിട്ട് ഇംഗ്ലണ്ടും ടാക്ടിക്കൽ പ്ലേയിൽ കാര്യമായിട്ട് റിലേ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെങ്ങനെ അവലംബിക്കുന്ന ഒരു ടീമാണ് ഇംഗ്ലണ്ട്. തുഹേലിൻ്റെ ഒക്കെ സ്റ്റൈലി എന്നുള്ള പക്ക ടാക്ടീഷ്യനാണ്. അതേസമയം തന്നെ പ്രാക്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് കളിക്കുന്ന വികാരം കൊണ്ട് കളിക്കുന്ന അല്ലെങ്കിൽ മോട്ടിവേഷൻ കൊണ്ട് കളിക്കുന്ന ടീമാണ് അർജന്റീന. അപ്പോൾ അതാണ് ഈ മോട്ടിവേഷനും. ഇപ്പോൾ മെസ്സി എന്ന് പറയുന്ന പ്ലെയർക്ക് വേൾഡ് കപ്പ് എടുത്ത് കൊടുക്കണം എന്നുള്ളതാണ് അർജന്റീന കളിക്കാരുടെ ലക്ഷ്യമെന്ന് ഇന്നലെയും അൽവാരസോ അവർക്ക് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലണ്ട് പക്ഷേ അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കൊടുക്കാനുള്ള യൂറോപ്യൻസ് പൊതുവെ അങ്ങനെയല്ല. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടൊന്നല്ല ഒരു വേൾഡ് കപ്പ് കളിക്കുന്നത്. ഒരു 1966 അല്ല ലാസ്റ്റ് വേൾഡ് കപ്പ്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇവരൊരു വേൾഡ് കപ്പ് എന്നുള്ളൊരു നീണ്ട കാലത്തെ ദാഹം തീർക്കാൻ വേണ്ടിയിട്ടുള്ള പല മഹാന്മാരെ കളിക്കാർ വന്നു പോയിട്ട് അവർക്ക് കിട്ടാത്ത വേൾഡ് കപ്പ്, ബെക്കാമിനും ജെറാർഡിനും ലാംബാർഡിനും പിന്നെ അതുപോലെ റൂണിക്കൊന്നും കിട്ടാത്ത വേൾഡ് കപ്പ് അല്ലെങ്കിൽ ഷെയറർക്കൊന്നും കിട്ടാത്ത വേൾഡ് കപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്. വികാരം കൂടുതൽ അർജന്റീന വികാരം മനസ്സുകൊണ്ട് കളിക്കുന്ന ഒരു ടീം. ഇപ്പം നമ്മൾ ഈ വേൾഡ് കപ്പ് തന്നെ അർജന്റീനയും പിന്നെ കെബോ വെർദെ നമ്മൾ മാച്ച് കണ്ടു. അത് ആ മാച്ചിനകത്തുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അർജന്റീന കെബോ വെർദെ മാച്ച് കണ്ടു, അർജന്റീന സ്വിറ്റ്സർലൻഡ് മാച്ച് കണ്ടു. എന്തെങ്കിലും വ്യത്യാസം, കെബോ വെർദെ അതിനകത്ത് അവർ ഇമോഷണലായിട്ടാണ് കളിച്ചത്. അവർ ഫൈറ്റിംഗ് സ്പിരിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കൊണ്ട് കളിച്ച കളിയാണത്. ഈ സ്വിറ്റ്സർലാൻഡ് നേരെ തിരിച്ചെന്തായിരുന്നു, അവർ കുറച്ചും കൂടി ടാക്ടിക്കലായിട്ട് കളിച്ച ടീമാണ്, ഒരു ഡിസിപ്ലിൻ കൊണ്ട് കളിച്ച ടീമാണ്. അപ്പോൾ അതിൽ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്വിറ്റ്സർലാൻഡ് ജയിക്കുന്ന അത് വേറെ വിഷയമാണ്. പക്ഷേ ഈ മാച്ചിൽ ഞാൻ കാണുന്നത് ഇമോഷന് അല്ലെങ്കിൽ വൈകാരികതയെ ഫലപ്രദമായിട്ട് ഗോളാക്കി മാറ്റാനോ ഒരു മത്സരപരമാക്കി മാറ്റാനോ കഴിയുകയാണെങ്കിൽ അർജന്റീന ജയിക്കും. അതല്ല സാധാ ഗ്രൗണ്ടിൽ നടക്കുന്ന ടാക്ടിക്കൽ ഡിസിപ്ലിൻ, ടാക്ടിക്കൽ അറ്റാക്ക്, ടാക്ടിക്കൽ ഗെയിം ജയിക്കുന്ന കളിയാണെങ്കിൽ അതിൽ എന്ത് ചെയ്യും, ഇംഗ്ലണ്ട് ജയിക്കുന്നത് തോന്നുന്നത്. എന്തായിരുന്നാലും അർജന്റീനക്കാർക്ക് ഈ വേൾഡ് കപ്പിൽ ഒരു സ്വിറ്റ്സർലാൻഡിനോട് തോറ്റിട്ട് നാട്ടിൽ പോകാൻ കുഴപ്പമില്ല, കാരണം അങ്ങനെ ഒരു കളിയായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞ് വയ്യ പോകാം അവർക്ക്. പക്ഷേ ഇംഗ്ലണ്ടിനോട് തോറ്റൊക്കെ നാട്ടിൽ ചെല്ലാൻ പറ്റില്ല, കാരണം അതിനകത്തൊരു ഒരു പ്രൈഡിൻ്റെ ഒരു ദേശീയ അഭിമാനത്തിൻ്റെ ഒരു വിഷയം ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കളി അർജന്റീനക്ക് ജയിക്കോ തോൽക്കോ നടക്കട്ടെ, ഈ കളി അർജന്റീനക്ക് ജയിച്ചേ മതിയാവും. അതാണ് എനിക്ക് പറയുന്നത്. ഒരു കാര്യം, പ്രഷർ ഫേസ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ആ ഗ്രൗണ്ടിൽ അർജന്റീനയാണ് ഇംഗ്ലണ്ടിനേക്കാൾ ഒരു പടി മുകളിൽ. കാരണം ഇപ്പോൾ കഴിഞ്ഞ യൂറോ കപ്പിൻ്റെ ഫൈനലാവട്ടെ എല്ലാ ക്രൂഷ്യൽ മാച്ചിലും ഇംഗ്ലണ്ടിന്
എന്തോ പ്രഷർ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാനുള്ള അവർക്കുണ്ട് ഒരു എന്തോ ഒരു ശാപമുണ്ട് അവർക്കത് ഒരു മറികടക്കാൻ അതൊരു വീക്ക്നെസ്സാണ് പ്രധാന. ഇപ്പോൾ അർജൻറ്റീനയ്ക്ക് നേരത്തെ അതുണ്ടായിരുന്നു. ആ ഒരു ഘട്ടം അർജൻറ്റീന മറികടന്നു. ലയണൽ മെസ്സി എസ്പെഷ്യലി മറികടന്നു. അയാളൊരു പെനാൽറ്റി പിന്നെ ഫസ്റ്റ് ഹാഫിൽ മിസ്സാക്കിയാൽ പോലും ടീം തിരിച്ചു വരുന്ന ഘട്ടത്തിലേക്ക് അത് മറികടന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 മാച്ചുകളിലും പിറകിൽ നിന്നതിന് ശേഷം തിരിച്ചു അല്ല ഈജിപ്തിനെതിരെ ഫസ്റ്റ് അടിച്ച് അർജന്റീനയാണ്. പക്ഷേ ഈജിപ്തിന് 2 ഗോൾ ബാക്കുന്നതിന് ശേഷം തിരിച്ചു, അതും 10 മിനിറ്റിനുള്ളിൽ 3 ഗോൾ അടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചുവരവിൻ്റെ വലിയൊരു ഊർജ്ജം ആ ടീമിനുണ്ട്, അതിൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ബെല്ലിംഗാമൊക്കെ നല്ല വേൾഡ് ക്ലാസ് പ്ലെയറാണ്, നല്ല ടാലൻ്റ് ഉള്ള പ്ലെയേഴ്സാണ്. പക്ഷേ അവന്മാർ ഒരു ഭയങ്കര ക്രൂഷ്യൽ ഒരു മൊമെൻറ്റിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഒരു എക്സ്പീരിയൻസ് വൈസ് അവർ തളർന്നു പോകുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അർജൻറ്റീന വേൾഡ് വിന്നേഴ്സാണ്, വേൾഡ് ചാമ്പ്യൻസാണ്. അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഫ്രാൻസിനെതിരെ ഇത്രയും വലിയൊരു ഫൈനൽ, ഇത്രയും നമ്മളെ പിന്നെ എങ്ങനെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകിയ മറ്റൊരു ഫൈനൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്ന അർജൻറ്റീനക്ക് കുറേ കൂടി ഇങ്ങനെ ഈ പ്രഷർ മൊമെൻ്റൊക്കെ ഫേസ് ചെയ്യാൻ കഴിയുന്ന ഒരു ടീമാണ്. ആ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും അർജൻറ്റീനക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് എക്സ്ട്രാ ടൈമിലേക്കും ഷൂട്ട് ഔട്ടിലേക്കും ഒക്കെ പോവുകയാണെങ്കിൽ കൂടിയും അർജൻറ്റീന ജയിക്കാനുള്ള സാധ്യത തന്നെയാണ് ഞാൻ കാണുന്നത്. പിന്നെ ലയണൽ മെസ്സിയെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന കാര്യത്തിൽ ഒരുപക്ഷെ അവിടെ ഹാരി കെയ്ൻ അടക്കമുള്ള ആളുകൾക്ക് വലിയൊരു എക്സ്പീരിയൻസ് ഇല്ല. മെസ്സിക്ക് ലോകത്താരെയും നേരിടാൻ കെൽപ്പുള്ള ഒരാളെയും പ്രീ ജഡ്ജ് ചെയ്യാൻ അല്ലെ മത്സരത്തിന് മുമ്പ് ആ ഒരു ടീമിനെയോ പ്ലേയേഴ്സിനെയോ ഒരു ഘട്ടത്തിലും പഠിക്കേണ്ടതില്ലാത്തൊരു പ്ലെയറാണ്. അയാളുടെ കാലിലെ പന്ത് വിട്ടുകൊടുക്കാതിരിക്കുക, അതിന് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളത് മാത്രമേ അയാളുടെ കൺസേൺ ഉള്ളൂ. ബാക്കി ടീമുകൾക്ക് മെസ്സിയെക്കുറിച്ച് പഠിക്കേണ്ടി വരും. എതിരാളികൾക്ക് എപ്പോഴും മെസ്സിയുടെ നീക്കങ്ങളെക്കുറിച്ച്, മെസ്സി ചിന്തിക്കുന്നതിനെക്കുറിച്ച്, മെസ്സിയുടെ ലൈനുകളെക്കുറിച്ചൊക്കെ പഠിക്കേണ്ടി വരും. പക്ഷേ മെസ്സിക്ക് എതിരാളികളെക്കുറിച്ച് പഠിക്കേണ്ട ഒരു കാര്യമില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ കാലിലെ പന്ത് വിട്ടുകൊടുക്കാതിരിക്കുക, അതിന് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലയണൽ മെസ്സിയെ എങ്ങനെയായിരിക്കും ഈ ടുഹേലും ഇംഗ്ലീഷ് നിരയും നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ്. ലയണൽ മെസ്സിയെ പൂട്ടാൻ മാത്രം കെൽപ്പുള്ള ഡിഫൻസ് ഒരുക്കാൻ ഇംഗ്ലണ്ടിന് കഴിയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതിന് കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതുവരെയുള്ള രണ്ട് ടീമിൻ്റെയും ഇത് കാണുമ്പോൾ ഇതിനകത്ത് വേറെ ഈ മെൻ്റൽ ബാറ്റിൽ നോക്കുകയാണെങ്കിൽ, ഈ മാനസിക യുദ്ധം നോക്കുകയാണെങ്കിൽ ഇതിൽ അർജൻറ്റീന ഇതിലെല്ലാ സിനാറിയോ കഴിഞ്ഞ് വരുന്ന ടീമാണ്. ഒരു ഗോള് വന്നായി ജയിച്ചിട്ടുണ്ട്, സ്ട്രഗിൾ ചെയ്ത് ജയിച്ചിട്ടുണ്ട്, പിന്നെ ഗോള് അടിച്ചിട്ട് തിരിച്ച് വാങ്ങിയിട്ടുണ്ട് 2 തവണ. ഈജിപ്തിനെതിരെ കബോവർദക്കെതിരെ 2 തവണ ലീഡ് എടുത്തിട്ട് കൺസീഡ് ചെയ്തിട്ടുണ്ട്. 2 ഗോള് വഴങ്ങിയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ സിനാറിയോസും പിന്നെ എന്താ പറയുക, പിന്നെ സാഹചര്യങ്ങളും നേരിട്ട്, എല്ലാ യുദ്ധങ്ങളും നേരിട്ട് പരുവപ്പെട്ടിട്ട് അർജൻറ്റീന വരുന്നത്. ഇംഗ്ലണ്ടിൻ്റെ സത്യം പറഞ്ഞാൽ അങ്ങനെ അത്തരത്തിൽ വലിയ പരീക്ഷണങ്ങൾ നേരിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോങ്കോ അല്ലേ, അവർക്ക് ഒരു ഡിആർ കോങ്കോക്കെതിരെയും കൺസീഡ് ചെയ്തു, മെക്സിക്കോക്കെതിരെ കൺസീഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അവർക്ക് പക്ഷെ അർജന്റീന നേരിട്ടപ്പോൾ ചെറിയ ടീമുകളാണ്. ഈ അർജന്റീനയ്ക്ക് ഈജിപ്ത്, കബോവർദെ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ടീമുകളാണ്. പ്രത്യേകിച്ച് ഈജിപ്ത് കൊടുത്തൊരു ഫൈറ്റ്, സ്വിറ്റ്സർലാൻഡ് കൊടുത്ത ഫൈറ്റൊക്കെ അർജന്റീന നമ്മൾ സ്ട്രഗിൾ ചെയ്ത് കണ്ടു. അർജന്റീന ശരിക്കും സ്ട്രഗിൾ ചെയ്തു. ആ സ്ട്രഗിളിങ്ങിന് അവരെന്ത് ചെയ്തു, അവർ വിട്ടുകൊടുക്കാതെ മാറ്റി. അപ്പോൾ ആ ഒരു മാനസിക യുദ്ധത്തിൽ അർജന്റീനയ്ക്ക് തന്നെ മുന്നിൽ തൂക്കും. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, സത്യം പറ സൈഫു, ഗ്രൗണ്ടിൽ കളിക്കാരെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ കളിക്കാരെ ക്വാളിറ്റി ആണോ അർജന്റീന കളിക്കാരെ ക്വാളിറ്റി ആണോ? ആ ക്വാളിറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു. എൻസോ ഫെർണാണ്ടസും മെക്കാലിസ്റ്ററും റൊമേറോ കളിക്കാരുടെ പേരല്ല, കളിക്കാരുടെ പേര് ആയിക്കോട്ടെ. അവരെന്താ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒരു ആദ്യത്തെ നമ്മൾ ഈ വേൾഡ് കപ്പിലെ പെർഫോമൻസ് എടുത്ത് നോക്കുക. പ്രീമിയർ ലീഗിൽ ഇപ്പോൾ പെർഫോമൻസ് എടുത്ത് നോക്കുമ്പോൾ ഇംഗ്ലണ്ടിന് പിന്നെ അവരുടെ 2 ഡൈനാമേറ്റുകൾ ആക്ടിവേറ്റഡ് ആണ്. ഒന്ന് ഹാരി കെയ്ൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇന്നുള്ളതിൽ ഏറ്റവും നമ്പർ 1 അല്ലെങ്കിൽ ആദ്യം 3 പിന്നെ ടോപ്പ് കണ്ടന്ററാണ്. ഇന്ന് ഈ പോച്ചർ എന്ന് പറയുന്ന അല്ലെങ്കിൽ പിന്നെ സ്കോറർ എന്ന് പറയാവുന്ന ആ ഒരു അതിനെ പിന്നെ ഒരു ടിപ്പിക്കൽ സ്കോററായിട്ട് കളിക്കുന്ന ഹാരി കെയ്ൻ, അർദ്ധാവസരം വേണ്ട അയാൾക്ക്, ഒരു കാലൊരു ഭാഗം അവസരം ഗോളാക്കി മറ്റൊക്കെ ഹാരി കെയ്ൻ അവിടെ ഉണ്ട്. നമ്മൾ പല മാച്ചിലും കണ്ടിട്ടുണ്ട്. ആളിപ്പോൾ പ്രത്യേകിച്ചും കോങ്കോക്കെതിരെയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ അതിനേക്കാളുള്ള സംഭവം ഒരു സിദാൻ ടച്ച് കൊണ്ടുവരുന്ന ജൂഡ് ബെല്ലിംഗാം. സിദാൻ കഴിഞ്ഞ ദിവസം ബെല്ലിംഗാമിൻ്റെ പറ്റിയുള്ള ഒരു കമ്പാരിസൺ വന്നു. മിഡ്ഫീൽഡറായിട്ടുള്ള ഇയാൾ കളിക്കുന്ന ഒരു സിദാനിക് സ്റ്റൈലിലേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ഒന്ന് ആൾക്കാർ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ സിദാൻ പറഞ്ഞത് എന്നെ കമ്പയർ ചെയ്യേണ്ട, അതൊരു പുതിയ ബെല്ലിംഗാമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും സിദാനെ പോലും അഡ്മയർ ചെയ്തൊരു ബെല്ലിംഗാം. അയാൾ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. റയൽ മാഡ്രിഡിൽ കുറേ തെറി കിട്ടിയിട്ടുള്ള ആളല്ലേ. റയൽ മാഡ്രിഡിൽ അയാൾ ഹൈപ്പിനെ ഉയർത്താൻ പറ്റില്ല എന്നുള്ളൊരു ആള് പിന്നെ ഗോൾ അടിച്ചാലെങ്കിലും വർക്ക് റേറ്റ് ചെയ്തിട്ടില്ല. അയാൾ പക്ഷെ ആള് കഠിനമായി അധ്വാനിക്കുന്ന പ്ലെയറാണ്. ഈ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് ഫലം കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഈ 2
പിന്നെ ഡെക്ലാൻ ഡൈനാമിക് റൈസിനെയും കൂട്ടാം ബാക്കിലേക്ക് വരാം. ഈ 2 ഗോളടി ശീലമാക്കിയ 13 ഗോള് പിന്നെ ഇംഗ്ലണ്ട് സ്കോർ ചെയ്തതിൽ 12 ഗോള് രണ്ടുപേരും കൂടി നിങ്ങൾ ഇംഗ്ലണ്ടിൽ ഒരു 4 പേരെ പറയുമ്പോൾ ഞാൻ ഒറ്റ ഒരാളെ പേര് പറയും. അത് ഞാൻ നേരത്തെ പറഞ്ഞ വൈകാരിക സംഘത്തിൽ വൈകാരികമാണോ ലയണൽ മെസ്സി? അതല്ല, ലയണൽ മെസ്സിയുടെ പ്രസൻസ്. മെസ്സി എന്നുള്ള ഒരു എക്സ് ഫാക്ടർ അവിടെ ഉണ്ടെന്ന് വെക്കാം. പക്ഷേ മെസ്സി മാത്രം വിചാരിച്ചാല് നടക്കൂ എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു ഇതിൽ കഴിഞ്ഞ മാച്ചിൽ മെസ്സി ഗോൾ അടിച്ചോ? കഴിഞ്ഞ മാച്ചിൽ മെസ്സി ഗോൾ അടിച്ചില്ല. അതാ മതിയോ? ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു തുല്യത നോക്കുമ്പോൾ ഇംഗ്ലണ്ടിന് ഓൺ പേപ്പർ കുറച്ചും കൂടെ മുകളിൽ. കഴിഞ്ഞ മാച്ചിന്റെ കാര്യം പറയല്ലേ, കഴിഞ്ഞ മാച്ചിൽ നമ്മൾ ഒരിക്കലും പിന്നെ താരതമ്യേന നല്ലൊരു ടീം ഒന്ന് സ്വിറ്റ്സർലൻഡാണ്. സ്വിറ്റ്സർലൻഡ് മാച്ചിൽ ഒരിക്കലും പിന്നെ ആ കളിക്ക് റെഫറൻസ് എടുക്കാൻ പറ്റാത്ത മാച്ച്. റെഫറൻസ് എടുക്കാൻ പറ്റില്ല. കാരണം ആ റെഡ് കാർഡിനെ കുറിച്ച് എന്താണ് റീൽ എംബോളോ റെഡ് കാർഡ് എപ്പോഴായത് മിനിറ്റില്ല. അത് 67th സമയത്താണ് ഓൾമോസ്റ്റ് അവരിങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്താണ് ഗോൾ അടിച്ചിട്ടുള്ള ടെമ്പോൾ നിൽക്കുമ്പോഴാണ് റെഡ് കാർഡ്. അതിന്റെ ശേഷം അവർക്ക് എനിക്ക് തോന്നുന്നു ഷാഫിക്കാക്ക് അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അല്ല, എനിക്ക് ഞാൻ എന്നും ഞാൻ പറയുന്ന സംഗതിയാണ് ഈ വാർ അല്ലെങ്കിൽ ടെക്നോളജി ഫുട്ബോൾ ഇടപെടുന്നതിന്റെ ഒരു ക്രൂരതയായിരുന്നു ഈ മാച്ച് എന്നുള്ള പറയാം. അപ്പോൾ ഈ മാച്ചിന് മുമ്പ് ഈജിപ്ത് അർജന്റീന മാച്ചിൽ ഭയങ്കര വിവാദങ്ങളുണ്ടായി. ഈജിപ്തിന്റെ കോച്ച് അർജന്റീനയ്ക്കെതിരെ ഭയങ്കരമായിട്ട് ഒത്തുകളി ആരോപണം അവർ ഉന്നയിക്കുകയുണ്ടായില്ല. അദ്ദേഹം പിന്നെ വംശീയ പിന്നെ ചിഹ്നം കാണിച്ചു, ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ടൊക്കെ കാണിച്ചല്ലോ. അപ്പോൾ അന്ന് മൊറാദി ഹക്കീം പറഞ്ഞ കാര്യമുണ്ട്, ഫുട്ബോൾ 90 മിനിറ്റുള്ള ഗ്രൗണ്ട് തീരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രൗണ്ട് തീരണം, അങ്ങനെ എന്തുണ്ടായാലും 90-120 മിനിറ്റ് നിങ്ങൾക്ക് കളിക്കാൻ കിട്ടുന്നുണ്ട്, അപ്പോൾ കളിച്ച് കയറണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മാച്ച് കഴിഞ്ഞിട്ട് ഈ മൊറാദ് തന്നെ ഹക്കീം തന്നെ പറഞ്ഞു എന്ത് ഞങ്ങളത് അൺഫെയർ ആയിരുന്നു ആ കോൾ. അത് ഫുട്ബോൾ നിയമം നിങ്ങൾ വാറിന് നിയമമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പിന്നെ ഐഫാബിൻ്റെ റൂൾ നമ്പർ 12 ഒക്കെ നോക്കുകയാണെങ്കിൽ കറക്റ്റാണ്. അത് ഒരു സിമുലേഷൻ അദ്ദേഹത്തിന് റെഡ് കാർഡ് യെല്ലോ കാർഡ് കൊടുക്കാം, അത് അർഹിച്ച സംഗതിയൊക്കെ തന്നെയാണ്, അതിലൊന്നും തർക്കമൊന്നുമില്ല. പക്ഷേ എന്തിനാണ് അത് ഇതിനകത്തൊരു മാനുഷിക സംഗതി വേണം. ഈ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിക്കുന്ന മനുഷ്യന്മാരാണ്, യന്ത്രങ്ങളല്ല. അപ്പോൾ അവർക്ക് ഇമോഷൻസ് ഉണ്ട്, ഒരു കളിയുടെ ഒരു ടെമ്പോ ഉണ്ട്, അങ്ങനെ പല സംഗതികളുണ്ട്. അപ്പോൾ ആ സമയത്ത് ബ്രെയിലംബോള ചെയ്തത് ഭയങ്കരമായ തെറ്റാണ്. അദ്ദേഹം ഓൾറെഡി ഒരു മഞ്ഞ നിൽക്കുകയാണ്. അതിനേക്കാൾ കൂടുതൽ ലിയാന്തോ മെച്ചോടല്ലാത്ത മാത്രമല്ല ആള് പരദസിന് പെടുത്താൻ വേണ്ടി പരദസ് അടുത്ത എല്ലോ കണ്ട ആൾക്ക് നെക്സ്റ്റ് സെമി മിസ്സാവും. അപ്പോൾ ആ പ്രഷർ ആക്കി കയറിയിട്ടുണ്ടെങ്കിൽ ഈ മാച്ചിൽ ആൾ ബുദ്ധിമുട്ടുള്ള അതൊക്കെ കണ്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആൾ ചെയ്തത് ഒരിക്കലും അയക്കാൻ പറ്റില്ല. ഓസ്കാർ ലെവൽ അഭിനയമായിരുന്നു, കാർഡ് കിട്ടിക്കന്വേഷിച്ചുള്ള അഭിനയം അതിനെക്കാട്ടും ഗംഭീരമായിരുന്നു. ഒക്കെ ശരി, റെഡ് കാർഡ് നിയമപ്രകാരം ഒക്കെ ശരിയാണ്. പക്ഷേ ഇതിനകത്തൊരു ഒരു ഹ്യൂമൻ ടച്ച് ഉണ്ട്, മനുഷ്യൻ ടച്ച് എന്ന് വെച്ചാൽ വാറും സിസ്റ്റം വാറും മെഷീനും വന്നപ്പോ ആ ഹ്യൂമൻ ടച്ച് വന്നില്ല എന്നല്ലേ. അതിപ്പോ ഒരു റഫറി വരുമ്പോ അയാൾ എങ്ങനെയാ അതിനെ എടുക്കുന്നത്? മാനുവലിയാണ് റഫറിയാണ് വിളിക്കുന്നത്. അയാള് ചിലപ്പോ അയാളെ മാനസികനുസരിച്ച് റെഡ് കൊടുക്കണം. നോർമൽ സിറ്റുവേഷനിൽ എന്താണ് അത് പരസ്യം യെല്ലോ കാർഡാണ്, അല്ലാതെ അത് ഓൾറെഡി വിളിച്ചു കഴിഞ്ഞ കേസാണ്. പരസ്യത്തിന് യെല്ലോ കൊടുക്കണ വേണ്ടുള്ള വേറെ വിഷയം. അതൊന്നല്ല, പരസ്യം എല്ലാം കൊടുത്ത് ശരിയില്ല, അദ്ദേഹത്തിന് എല്ലാം പിൻവലിക്കപ്പെട്ടത് നന്നായി, ശരിയാന്നൊക്കെ ഒക്കെ ഞാൻ സമ്മതിക്കുന്നു. ഇതിലൊന്നും ആസ് എ അർജന്റീന ഫാൻ, ആസ് എ ഫുട്ബോൾ ഫാൻ എനിക്ക് അതിനകത്ത് ഒന്നും എതിർപ്പില്ല. പക്ഷേ ആ മാച്ച് അവിടെ കില്ല് ചെയ്തു. ആ മാച്ച് ഷാക്ക എന്ന് പറയുന്നവരുടെ സങ്കടമായി പോയി. മാച്ച് കഴിഞ്ഞിട്ട് ഷാക്ക ഡഗൗട്ട് പോയിട്ട് കൈ വെച്ചിട്ട് നിൽക്കുന്നുണ്ട്. നോക്കി അയാളുടെ മുഖത്ത് അപ്പം വിരിഞ്ഞ ഭാവം ശരിക്കും സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയിട്ട് കളി കഴിയുന്ന പോലെ. എന്തുകൊണ്ടാണ് പോയത്? പെനാൽറ്റി ബോക്സ് ഡൈവ് ചെയ്തെങ്കിൽ ഓക്കെ, നമുക്ക് സംശയമില്ല. ഡഗ് അടുത്ത് പോയിട്ട് ഒരു കളിയിൽ ഒരു കാര്യമായ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാത്തൊരു മൊമെൻ്റ് ചെയ്തൊരു മണ്ടത്തരം, ഇയാൾ ചെയ്ത മണ്ടത്തരം. ആ മണ്ടത്തരത്തിൻ്റെ പേരിൽ പിന്നെ അതും വാറ് ചെക്ക് ചെയ്തിട്ട് സെക്കൻഡ് യെല്ലോ കാണിച്ചിട്ട് ആ മാച്ച് അവിടെ കില്ലായി. പിന്നെ നമുക്ക് സ്വിറ്റ്സർലാൻഡ് തിരിച്ചില്ലാന്ന് ഉറപ്പായിരുന്നു, അർജന്റീന തിരിച്ചു ഉറപ്പായിരുന്നു. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. നമ്മൾ ടാക്ടിക്സ് ഒക്കെ പറയാനാണ് അവിടെ ഇരുന്നതെന്നുണ്ടെങ്കിലും ചിലവർക്ക് ആവശ്യമുള്ള ടൈമിൽ മാത്രം വാർ ഇടപെടുന്നു, പക്ഷെ ചിലവർക്ക് ആവശ്യമുള്ള ടൈമിൽ അങ്ങനെ ആ ആരോപണത്തോട് ഫാൻസ് ഫൈറ്റിൽ കുറേ വന്നത് ഞാൻ എന്നോട് യോജിക്കുന്നില്ല. അപ്പോൾ പല മാച്ചസിൽ വാർ ഇടപെടുന്ന വാറ് മാച്ച് തുടങ്ങിയ അവസാന നിമിഷം വരെ വാർ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട് ഓരോ മൂവ്മെൻറ്റ്. അത് റഫറി കാണണം, അല്ലെങ്കിൽ റഫറി ഇടപെടുന്നെന്ന് അവർക്ക് തോന്നുമ്പോൾ മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത്, റഫറി ക്ഷണിക്കുന്നത്. പലപ്പോഴും അർജന്റീനയ്ക്ക് ഈ വേൾഡ് കപ്പിൽ പലതവണ അതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടിയാൽ അങ്ങനെ ഒരു റഫറി ഇടപെടൽ കിട്ടിയുള്ള ആരോപണം ശക്തമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് പറയുമെങ്കിൽ ഇപ്പോൾ ഈജിപ്ത് അർജന്റീന മാച്ചാണ് നമ്മൾ ഈ വേൾഡ് കപ്പ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും. ഒരു പക്ഷേ ഇനി ഫുട്ബോളുള്ള കാലത്തോളം ഈ വേൾഡ് കപ്പ് അർജന്റീന അടിച്ചാൽ പോലും കാലാകാലം നമുക്ക് പറയാവുന്ന ഈജിപ്തിനെ കൊള്ളടിച്ചിട്ടില്ല എന്ന തരത്തിലുള്ളൊരു ഫാൻ ഫൈറ്റിൽ വരും. അത് യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ വേറെ വിഷയം. ഒരു കണക്ക് ഞാനിവിടെ പറയട്ടെ. വാർ ഇന്റർവെൻഷൻ റേറ്റ് പെർ 100 ഫൗൾസ്, ഓക്കെ, ക്വാർട്ടർ ഫൈനൽസിലെ ടീമുകളെ മാത്രം എടുത്തിട്ടാണ് പറയുന്നത്. അർജന്റീന 0%. അർജന്റീനയ്ക്കെതിരെ വന്നിട്ടില്ല. എതിരെ അർജന്റീനയുടെ അഗെയിൻസ്റ്റ് 0%, സ്പെയിൻ്റെ അഗെയിൻസ്റ്റ് 1.7%, ഫ്രാൻസിന്റെ അഗെയിൻസ്റ്റ് 1.5%, ബെൽജിയത്തിന്റെ അഗെയിൻസ്റ്റ് 1.9%. ഇങ്ങനെയാണ് കണക്കുകൾ. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഫേവർ അത് ഒരു പക്ഷേ ആ ഫൗളിൻ്റെ എന്താ പറയുക സീരിയസ്നെസ് അല്ല അതിൻ്റെ കോണ്ടക്സ്റ്റ് ഒക്കെ ഒരു വിഷയമായിരിക്കാം. ഫുട്ബോൾ ഒരിക്കലും ചെറിയ സ്മോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, അന്ന് നമ്മളെ ഈ എന്താ പറയുക ചങ്ങൻ്റെ കാൽമ ചവിട്ടിയില്ല, നമ്മുടെ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ കാൽ ചവിട്ടി പോയിട്ടാണ് പിന്നെ എന്താ പറയുക ഗോൾ അടിക്കുന്നത് ഈജിപ്ത്.
അത് സാധാരണ അത് ഓൾറെഡി സിക്കോ ഗോൾ അടിക്കുന്നത് അത് ഓൾറെഡി എന്താണ്, അത് ഓൾറെഡി പിന്നെ മാച്ച് ഓൺ അല്ലെങ്കിൽ പ്ലേ ഓൺ റഫറി വിളിച്ച സാധനം അത് കാണാൻ പറ്റുന്ന സ്ഥലത്ത് നിന്ന് ഒരു സാധാരണഗതിയിൽ പിന്നെ എന്താ പറയുക ഇതില്ലെങ്കിൽ വാറില്ലെങ്കിൽ ഉറപ്പായിട്ട് ഗോൾ കൊടുക്കുന്നത് ഗോൾ കൊടുത്തതാണത്. അത് വാർ ഇടപെട്ട് ചില അതാണ് ഫൗൾ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ആ ഫൗള് സ്ലോ മോഷനിൽ കണ്ടു കഴിഞ്ഞാൽ റഫറിക്ക് ഒരിക്കലും കൊടുക്കാക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. റഫറിയെ സ്ലോ മോഷനിൽ കാണിക്കേണ്ടതില്ല. സ്ലോ മോഷൻ വരുന്നപ്പോൾ നമ്മളൊരു 5-10 സെക്കൻഡാണ് നമ്മൾ ഈ കാണുന്നുള്ളൂ. പക്ഷെ അതിന് മുമ്പ് ഒരു വലിയൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് അതിനകത്തുണ്ട്. ആ പ്ലേയിലേക്ക് വന്നൊരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ആ മാച്ചിൻ്റെ ഒരു എയർ ഉണ്ട്, ഒരു ഹീറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പശ്ചാത്തല ഒരു രസതന്ത്രമുണ്ട്. ഇതൊന്നും എന്തില്ല ഈ വാറിൽ കാണിക്കുന്നത് ആകെ എന്താണ് ഈ ഒരു 5-10 സെക്കൻഡ് മാത്രമാണ് കാണിക്കുന്നത്. അതാണ് ഈ ഹ്യൂമൻ എലമെൻറ്റ് കളിയെന്ന് പറയുന്നത്. ഈ ഹ്യൂമൻ എലമെൻറ്റ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റഫറിമാരിപ്പോൾ എന്താണ് പൊട്ടന്മാരാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഗോൾ വിളിച്ചു നേരത്തെ അപ്പുറത്ത് ഈ പിന്നെ വാറിനെ തിരുത്താണ്. ഈ വാറിനെ തിരുത്തൽ വേറെ ഇവർ പറഞ്ഞ പോലെ കുറേ വേറെ പ്രശ്നങ്ങളുണ്ട്. ചില ടീമിന് ഫേവർ ചെയ്യപ്പെടുന്ന പോലെ ചില മാച്ചസ് കിട്ടുന്നുള്ള ആരോപണം വേറെ അതിനകത്ത് കിടക്കുന്നില്ല. എനിക്ക് പക്ഷെ എൻ്റെ പോയിന്റ് ഈ ഹ്യൂമൻ എലമെന്റ് ആയിരിക്കും. ഫുട്ബോൾ മൈതാനത്ത് നമ്മൾ എന്ത് ചെയ്യും, കളിക്കാർക്ക് പഴക്കുന്നുണ്ട് അല്ലേ, കളിക്കാർക്ക് പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ നേരെ സൊർലോത്ത് ഹാൾഡിന് പാസ് കൊടുക്കാത്തത് നമ്മൾ കാലാകാലം പറയും. അതേപോലെ 2006 പെക്കർമാന് നമ്മുടെ റിക്വൽമി പിൻവലിച്ച് നമ്മൾ കാലാകാലം അതൊരു എററാണ്. അതുപോലെയുള്ള ഇഷ്ടംപോലെ എററുകൾ ഫുട്ബോൾ മൈതാനത്ത് കോച്ചുമാരും എന്താ പറയുക കളിക്കാരും സിദാൻ്റെ ഹെഡ്ബട്ട് നമ്മൾ കണ്ടു. സിദാൻ്റെ വലിയ എററായിരുന്നു, ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. അതുപോലെ മിസ്റ്റേക്ക് വരുത്താനുള്ള സാഹചര്യം റഫറിമാർക്ക് ഉണ്ടാവണം. അതിൻ്റെ മുകളിലേക്ക് മിസ്റ്റേക്ക് വരുത്താത്ത ലെവലിലേക്ക് ഈ റഫറിമാരുടെ ക്വാളിറ്റി ഉയരുക എന്നുള്ളതാണ് ഫിഫൻ്റെ വെല്ലുവിളി. എനിക്ക് പിന്നെ ഈ മാച്ചിലേക്ക് വന്നാൽ ഇംഗ്ലണ്ട് അർജന്റീന മാച്ചിലേക്ക് വന്നാൽ ഷാഫിക്കോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, 2 ടാക്ടീഷ്യൻസും ഫേസ് വരികയാണ്. ടുഹേൽ വേഴ്സസ് സ്കലോണി. അതന്നെ പ്രായോഗികത വേഴ്സസ് ഡിസിപ്ലിൻ എന്നുള്ളതാണ്, പ്രാക്ടിക്കാലിറ്റി വേഴ്സസ് ഡിസിപ്ലിൻ എന്നുള്ളതാണ് ഇത് കാര്യം. അപ്പോൾ നമ്മളെ ഈ വേൾഡ് കപ്പിൽ കുറേ തവണ നമ്മൾ കേട്ട, ഞാനവരെ സോഷ്യൽ മീഡിയ എഴുതുമ്പോൾ പലതവണ കേട്ടിട്ടുള്ള ഒരു സംഗതിയാണ് അർജന്റീന അവരുടെ സൗന്ദര്യ ഫുട്ബോളിനെ അവിടെ കൊണ്ട് കളഞ്ഞു, എന്തിനാണ് ഇങ്ങനെ ഡിഫൻസ് കളിക്കുന്നത് എന്നുള്ളൊരു സംഗതി ഉണ്ട്. ആക്ച്വലി സത്യം പറഞ്ഞെങ്കിൽ വേൾഡ് കപ്പ് ജയിക്കുന്നത് ഒരിക്കലും സൗന്ദര്യം കളിച്ചിട്ടല്ല. സൗന്ദര്യം കൊണ്ട് ജയിക്കാൻ വേൽസൊക്കെ പെക്കർമാനൊക്കെ പറ്റി പിന്നെ മനോഹരമായി കളിച്ച് ജയിക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം നെസ്റ്റർ ലോറൻസിൻ്റെ കൊളംബിയ അടിക്കണമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീൽസയുടെ തന്നെ ഉറുഗ്വേക്ക് കയറി വരണമായിരുന്നു. അത് സംഭവിച്ചില്ല. കാരണം വെച്ചാൽ അങ്ങനെ മറന്നു കേട്ടോ. അല്ല, ബിഎൽസൺ കളിക്കാർ സമ്മതിക്കുന്നില്ല എന്നാൽ ബിഎൽസൺ ആ വിഷയത്തിൽ കളിക്കാർ പണ്ടൊക്കെ ബിഎൽസൻ്റെ ആദ്യ കാലത്ത് ഇയാൾ കളിക്കാരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു ക്രൂരനായ ഒരു ഭരണാധികാരിയാണ്. അയാൾ സിസ്റ്റം നടപ്പിലാക്കുകയാണ്. ഇപ്രാവശ്യം അയാൾ 10 മിനിറ്റ് പിന്നെ അയാൾ ശൈലി നല്ല വീഡിയോ കാണിച്ചു കൊടുക്കലാണെങ്കിൽ കളിക്കാരെ ഒരു വീഡിയോ സെഷൻ ഉണ്ട്, 10, 15, 20 മിനിറ്റും കളിക്കാർക്ക് വീഡിയോ കാണിച്ചു കൊടുക്കും. അത് കണ്ടിട്ടാണ് ഇയാളുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫുട്ബോൾ വീഡിയോൻ്റെ കളക്ഷനുള്ള ഒരാൾ ബിഎൽസൺ. അത്ര ലക്ഷക്കണക്കിന് വീഡിയോസ് ആളെ കയ്യിൽ കളക്ഷനായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരാളെ ഇയാൾ. അപ്പോൾ ഇത് ഈ പ്രാവശ്യം വെച്ചാൽ ഈ കളിക്കാർക്ക് ഇവർക്ക് ക്ഷമല്ലല്ലോ, റീൽ കണ്ടാൽ കളിക്കാറില്ല, അവർക്ക് 10 മിനിറ്റ് ബോറടിക്കും, അവർ പരാതി പറഞ്ഞിട്ട് അവർ അതുകൊണ്ടാണ് ആ സിസ്റ്റം തോറ്റത്. അല്ലാതെ പെർഫെക്റ്റ് ആയിട്ടുള്ള 10-20 വരെ കിട്ടണമെങ്കിൽ ബിഎൽസി വിജയിക്കുന്ന ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഞാൻ BSF ഫാനാണ്. അതല്ല നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ ഇതാണ് ഈ ശൈലി, ഈ പ്രാക്ടിക്കാലിറ്റി, അർജന്റീനയുടെ ഈ പ്രാക്ടിക്കാലിറ്റി. സിമിയോ ഈ നമ്മുടെ സ്കലോണി ഈ വേൾഡ് കപ്പിൽ റിസൾട്ട് ഓറിയൻ്റ് അതിന് കൊണ്ടുവന്നൊരു രീതിയുണ്ട്. ഇപ്പോൾ ഇൻ മാച്ച് ഇയാൾ ഭയങ്കര മാറ്റങ്ങൾ വരുത്തുന്നത്. നമ്മൾ ചെറിയ മൈന്യൂട്ടായ മാറ്റങ്ങളായിരിക്കും, വളരെ മൈന്യൂട്ടായ മാറ്റങ്ങൾ ഇൻ മാച്ചും കളിൻ്റെ മുമ്പ് നമ്മൾ 4-4-2 4-3 ഇറക്കുന്നുണ്ട്. ഓക്കെ, അതല്ലാതെ ഒരു മാച്ചിൻ്റെ ഇടയ്ക്ക് ഓരോ കളിക്കാരെ പൊസിഷൻസ് മാറ്റുന്നതും സ്വിച്ച് ചെയ്യുന്നതൊക്കെ നമ്മൾ സൂക്ഷ്മമായ നിരീക്ഷ കാണാൻ പറ്റും. അത് പ്രധാനമായിട്ട് സംഭവിക്കുക മെസ്സിയുടെ പൊസിഷനെ ബേസ് ചെയ്തിട്ടാണ്. മെസ്സി നമ്മൾ ഈ അർജന്റീന ഫൈറ്റ് ചെയ്ത് ജയിച്ച മാച്ചിൽ, ഈജിപ്ത് മാച്ചിൽ നമുക്കറിയാം മെസ്സി റൈറ്റ് വിങ്ങിലേക്ക് മാറി അവിടെ അയാൾ ചാർജ് ആയപ്പോഴാണ് ഗോൾ വന്നത്. നമുക്ക് ഗോൾ വന്നതും പിന്നെ മെസ്സിൻ്റെ റണ്ണ് ബോക്സിലേക്ക് ഒരു നമ്മളെ ലൗത്താറോ മാർട്ടിനസ് മിസ്സാക്കിയ ഒരു ഹെഡർ ചാർജ് ആയപ്പോഴത്തേക്ക് ഇപ്പുറത്തെ ലൗട്ടാറെ ഇറക്കി കൊടുത്തു. ലൗത്താറിൻ്റെ ഒരു ഹെഡർ മിസ്സായി. മെസ്സി ബോക്സിലേക്ക് ഒരു അപാരമായ റണ്ണ് നടത്തിയിട്ടുണ്ട്. ഈ പ്രായത്തിന് 39 മാച്ച് അങ്ങ് റൺ ചെയ്യുന്നൊക്കെ ഉള്ള ഒരു അത്ഭുതം ഉണ്ടാക്കി. അപ്പോൾ ആ സമയം അതുവരെ മെസ്സി സെൻട്രൽ ഒരു ആസ് എ ചില സമയങ്ങളിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ പോലെ പിവോട്ടെ പോലെ മെസ്സി കളിക്കുന്നുണ്ട്. അതൊരു യാദൃശ്ചികം കളിക്കുന്നതല്ല, അതിനൊക്കെ ഇയാൾക്ക് ശൈലികളുണ്ട്, ഇയാൾക്ക് അതിനകത്ത് പ്ലാനുകളുണ്ട്. ഇപ്പോൾ അതിനകത്ത് അന്ന് ഫൈനൽ വിജയഗോൾ വന്നത് മെസ്സിക്ക് അൽവാരസ് പാസ് കൊടുക്കാൻ നോക്കുമ്പോൾ മെസ്സി എനിക്ക് പാസ് തരണ്ട, അങ്ങോട്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ സംഗതികളാണ്. അപ്പോൾ ഇതൊന്നും കോച്ചറിയാൻ സംഭവിക്കുന്നതല്ല. അപ്പോൾ ഓരോ സമയത്തും ഓരോ തരത്തിൽ, ഇപ്പോൾ ചില സമയത്തെങ്കിൽ പിന്നെ അട്രാക്ട് ടു ഡിസീവ് എന്ന് പറയുന്നൊരു ശൈലിയുണ്ട്. ഒരേ സമയത്ത് പ്ലേയേഴ്സിനെ ഓവർലോഡ് ചെയ്യുക. അപ്പോൾ 3 പ്ലേയേഴ്സ് സ്ഥലത്തുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എതിർ ടീമിൻ്റെ കളിക്കാർ അത് അവരെ ചലഞ്ച് ചെയ്യാൻ അങ്ങോട്ട് കയറി വരുമ്പോൾ ഓപ്പൺ സ്പേസ് തുറക്കുന്നു. എന്നിട്ട് അവർ കൃത്യമായിട്ടുള്ള അടിപൊളി എന്താ പറയുക ഡയഗണൽ മൂവ്മെൻറ്റുകളിലൂടെ പന്ത് മുന്നോട്ടേക്കുന്ന ശൈലി അർജന്റീനയ്ക്കുണ്ട്. സിറ്റ് ബാക്ക് ചെയ്തിട്ട് വെറുപ്പിച്ച് കൊല്ലുന്ന കളി അർജന്റീനയ്ക്കുണ്ട്. നമുക്കറിയാം, നമ്മളൊരിക്കലും പ്രതീക്ഷയില്ല സ്വിറ്റ്സർലൻഡിനെതിരെ ഇവരിങ്ങനെ കളിക്കുന്നു. ഈജിപ്തിനെതിരെ പോലും അവരുടെ ശൈലി കണ്ടപ്പോൾ ഞാൻ ഈജിപ്തിനെതിരെ മാച്ച് ഞാൻ കളി കാണുമ്പോൾ ഫസ്റ്റ് കോർണർ വാങ്ങിയ സമയത്ത് ഞാൻ ഭയങ്കര
ഇറിറ്റേറ്റഡായി. ഞാൻ തിയേറ്ററിൽ നിന്നാണ് കണ്ടത്. അപ്പോൾ എൻ്റെ പുറത്ത് എൻ്റെ ഷെരീഫ് എന്ന സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, ചങ്ങായിമാർ കോർണർ. അപ്പോൾ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ചങ്ങായി അർജൻറ്റീനയുടെ കോർണർ എങ്ങനെ എനിക്ക് പേടിക്കണമെന്നുള്ളത്. എക്സാക്റ്റ് ആ കോർണറിൽ നിന്ന് ഗോൾ വന്നു. എനിക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഓരോ മാച്ച് കളിയുടെ ഒരു പിന്നെ വ്യത്യസ്തമായ തന്ത്രങ്ങൾ, വ്യത്യസ്തമായ ശൈലികൾ പരീക്ഷിക്കുന്ന കോച്ചാണ് സ്കലോനി. അത് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അത് എന്തിനുള്ളതാണെന്ന് വെച്ചാൽ അത് എതിർ ടീമിനെ അവരുടെ ഗെയിം കില്ല് ചെയ്യാനുള്ള ശൈലി അർജൻറ്റീനയ്ക്ക് അറിയാം. ഇനി ഇപ്പോഴത്തെ അർജൻറ്റീന 2002 അർജൻറ്റീന എന്ന് പറഞ്ഞാൽ ഈ പ്ലേയേഴ്സൊക്കെ നേരത്തെ സൈഫ് പറഞ്ഞ എൻസോ ഫെർണാണ്ടസ് ആയാലും മാക്കലിസ്റ്റർ ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഡീപോൾ ആയാലും ഇവരൊക്കെ കുറച്ചും കൂടി 4 വയസ്സ് കുറവാണ്, കുറച്ചും കൂടി എനർജറ്റിക്കാണ്. അവർ കുറച്ചും കൂടി അവർക്ക് ഒരു വേറെ ലെവലിലേക്കാണ് അവർ വരവ്. ഇപ്പോൾ അവർ ക്ലബ്ബ് സീസണൊക്കെ കഴിഞ്ഞിട്ട് ഇരുത്തം വന്നിട്ട് മിഡ് കരിയറോ അല്ലെങ്കിൽ അവസാനത്തെ കാലഘട്ടമാണ്. അതൊക്കെ ഇതിൽ ഫാക്ടറാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അർജൻറ്റീന ടീമിനെ ഇറക്കുന്നത്, സ്കലോനി ടീമിനെ ഇറക്കുന്നത്. അതാണ് ഇവരുടെ ശൈലി. തുഖേൽ കുറച്ചും കൂടി എന്ത് ചെയ്യിച്ചാൽ ഒരു ഡയറക്റ്റ് അയാളുടെ അയാളുടെ ശൈലി പ്രഡിക്റ്റബിളാണ്. ആകെ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ ഡെക്ലൻ റൈസും ഇലിയറ്റ് ആൻഡേഴ്സും ആ ടീമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുകൾ വഹിക്കുന്നത് ഡെക്ലൻ റൈസും ഇലിയറ്റ് ആൻഡേഴ്സുമാണ്. ആൻഡേഴ്സൺ എന്ന് പറയുന്ന ആ പ്ലെയർ അധികാലം ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷേ ഹൈലി റേറ്റഡ് ഭയങ്കര ഗംഭീര പ്ലെയറാണ് ചങ്ങായി. കാരണം നല്ല ബോൾ പ്ലേയിങ് ഉണ്ട്, നല്ല ഡ്രിബ്ലിംഗ് ഉണ്ട്, നല്ല ഫിസിക് ഉണ്ട്. ബ്രെൻഫോർഡ് പ്ലെയർ അല്ല, അവർ നോട്ടിങ്ങാമിലാണ് തോന്നുന്നുണ്ട്, എനിക്ക് ക്ലബ്ബ് എനിക്ക് ഓർമ്മയില്ല. മിക്കവാറും ഈ ഇതോടുകൂടി അയാൾ വേറെ നല്ല ക്ലബ്ബിലേക്ക് വരും. അയാൾ കളിക്കുന്ന കോബി മെനു എന്ന് പറയുന്ന ഒരു പ്രൂവൺ പ്ലെയർ ബെഞ്ചിലിരിക്കുമ്പോൾ അപ്പോഴാണ് ഇലൈറ്റ് ആൻഡേഴ്സൺ ഇയാളെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത്ര നല്ലൊരു സിസ്റ്റം അവർക്കുണ്ട്. അപ്പോൾ എൻ്റെ പേര് ഞാൻ അർജൻറ്റീനത്തെ പറഞ്ഞ പോലെ മെസ്സിയെ കണ്ടഞ്ചിയിൽ ആരെന്ന് ചോദിച്ചില്ലേ, ഈ ഡെക്ലൻ റൈസും ഈ ഇലിയറ്റ് ആൻഡേഴ്സണും എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും ഈ മാച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട്. പ്രത്യേകിച്ച് റൈസ് മെസ്സിയെ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുക, എങ്ങനെയൊക്കെ പോക്കറ്റിലാക്കുമോ അതോ പിന്നെ അയാൾ വെറുതെ വിട്ടിട്ട് അവരെ തനതാ ശൈലിയിൽ കളിക്കും എന്നുള്ളതാണ്. ആക്ച്വലി ഈ മാച്ച് മാൻ മാർക്കിംഗ് ഉണ്ടാവില്ല. തുഹേലിൻ്റെ ശൈലി എവിടെയും ക്ലബിലായാലും ആൾ മാൻ മാർക്ക് ചെയ്യുന്ന ശൈലി കോച്ചല്ല. അതുകൊണ്ട് സ്പേസാണ്, സോണൽ മാർക്കിംഗ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മെസ്സിയിലേക്ക് ബോൾ എത്തുന്നത് തടയാനും അല്ലെങ്കിൽ മെസ്സിൻ്റെ ഏരിയ ബ്ലോക്ക് ചെയ്യാനൊക്കെ നോക്കുള്ളൂ. അതുകൊണ്ട് മെസ്സി ഫിസിക്കലായിട്ടുള്ള സംഗതി ഉണ്ടാവില്ല. പക്ഷേ ഒരു പ്ലെയറിന് ഹാൾഡിനെ പോലെയല്ലേ മെസ്സി, ഹാൾഡിന് ബോൾ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. മെസ്സിക്ക് ഒരു തമിഴ് ഇതിൽ കുറഞ്ഞ് ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോൾ കിട്ടാതെ അല്ലെങ്കിൽ ബോൾ നിരന്തരം പാസ് മിസ് ആയി തന്നെ മെസ്സി ഇറിറ്റേറ്റ് ആണ് നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്. ഇപ്പം ഇല്ല. ഇതൊക്കെ നമുക്ക് അങ്ങനെ ഇറിറ്റേറ്റഡ് ആവോ? ഏ പ്ലെയറിന് ഇറിറ്റേറ്റ് ആവില്ല. അപ്പം നിങ്ങൾ കളിക്കുമ്പോൾ ഞങ്ങൾ ഫുട്ബോൾ 5 ഓവർ 6 പാസ് ഇട്ടില്ലെങ്കിൽ നമുക്ക് ഇറിറ്റേറ്റഡ് ആവാത്ത ഒരേ ഒരു മനുഷ്യൻ ആളാണ് മാത്രമേ ഉള്ളൂ. അതെ. അപ്പോൾ അത് അങ്ങനെ ഒരു മെസ്സി ഇറിറ്റേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ ദേഷ്യം പിടിപ്പിക്കാനല്ല, അയാളെ പ്രകോപിതമാക്കിയ പ്രശ്നം. അല്ല, ഇനിയിപ്പോൾ നമ്മൾ മെസ്സിയിൽ കാണുന്ന അയാൾ അത്രയും വൈഡ് ഇറങ്ങാണ്, അവിടെ പന്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് വൈഡ് ഇറങ്ങും. പക്ഷേ വേറെ ഒന്നുണ്ട്, ഫൈനൽ തേർഡ് മെസ്സിക്ക് ബോൾ കിട്ടിയിട്ട് കാര്യമുള്ളൂ. മെസ്സിക്ക് സ്വന്തം ഹാഫിൽ ബോൾ ഇട്ടിട്ട് കാര്യമായിട്ടൊന്നും ഇമ്പാക്ട് ഈ വേൾഡ് കപ്പ് ഞാൻ കണ്ടിട്ടുണ്ടോ? സ്വന്തം ഹാഫിൽ നിന്ന് മെസ്സി എന്തെങ്കിലും റൺ ചെയ്യാതെ അല്ലെങ്കിൽ ബോൾ കൊണ്ട് പാസ് കൊണ്ടോ അല്ലെങ്കിൽ ക്രോസ് കൊണ്ടോ അങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അങ്ങനത്തെ ഗോൾ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അല്ല, അങ്ങനെ ഒരു വിവിഡ് ചാൻസ് ഗോൾ വന്നിട്ടുണ്ടോ? ഓൾറെഡി അങ്ങനെ അടിച്ച ഗോളുകളൊന്നും കണ്ടില്ല. റൊമേറോ കൊടുത്ത അസിസ്റ്റ് കണ്ടിരുന്നല്ലോ. അത് സ്വന്തം ഞാൻ ഡീപ്പിന്നല്ലോ കൊടുത്തിട്ടുള്ളത്. ഡീപ്പിന്ന് കൊടുത്താൽ അത് അല്ലേ? ഡീപ്പൊന്നുമല്ല കൊടുത്തത്. അസിസ്റ്റ് കൊടുത്തത് റൈറ്റ് ഫ്ലാങ്ക് കൊടുത്തത്. അറ്റാക്കിംഗ് ഏരിയ ആണത്. പക്ഷെ അത് ആ ചാൻസ് ക്രിയേറ്റ് ചെയ്തത് എന്റെ ഓർമ്മയിൽ അത് മെസ്സി റൺ ചെയ്ത് വന്നിട്ട് ഡീപ്പ് ഇറങ്ങി കളിച്ചിരുന്നു. അതിന് ഈ മാച്ച് സ്വിറ്റ്സർലൻഡ് മാച്ചിനകത്ത് നോക്കുകയാണെങ്കിൽ മെസ്സി ഓൾമോസ്റ്റ് പല സമയത്തും ഒരു പിവോട്ടായിട്ട് മെസ്സി അടിച്ച ഗോള് മൊണ്ടിയല് അസിസ്റ്റ് കൊടുത്തൊരു ബാക്ക് പാസ് കൊടുത്ത് വേൾഡ് കപ്പിൽ അത് കൗണ്ടർ അറ്റാക്ക് ടൈപ്പ് ഗോൾ ആയിരുന്നില്ല. അത് ഒരു അറ്റാക്കിംഗ് അങ്ങനത്തെ ഒരു ഗോൾ. മെസ്സിയുടെ ഒരു ഇമ്പാക്ട് ഞാൻ പറയാം. ഞാൻ മെസ്സിന്റെ ഇമ്പാക്റ്റിനെ പറ്റില്ല ഞാൻ പറയുന്നത്. മെസ്സി ഈ ലിയാൻഡ്രോ പെരസിന്റെ റോളിലേക്ക് ഇറങ്ങി വരും. ആ സമയത്ത് അയാൾ പ്ലേ ഇമ്പാക്ട് ആണെന്ന് ചോദിക്കുന്നത്. അല്ല, മെസ്സിക്ക് ഇമ്പാക്ട് ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചതും ചാൻസ് ക്രിയേറ്റ് ചെയ്തൊക്കെ മെസ്സി ആണ്, അതല്ല പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്ന മെസ്സി സേഫ് വെച്ചാൽ ഡീപ്പിലേക്ക് ഇറങ്ങുന്ന മെസ്സിയെ മാർക്ക് ചെയ്യേണ്ടതുണ്ട്, ആ സ്പേസ് മാർക്ക് ചെയ്യേണ്ടതുള്ളതാണ്. അതല്ല, മെസ്സിയെ അയാളുടെ ഒരു സ്ട്രോങ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി ബോക്സിൻ്റെ സെൻറ്റർ ആ ഏരിയയും അയാളുടെ ഫ്ലാങ്കിലുമാണ്. ഈ ഏരിയയിൽ അയാൾ ഓപ്പറേറ്റ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിന് ഇംഗ്ലണ്ട് വിജയിക്കുക പരാജയപ്പെടുക എന്നുള്ളതാണ് ഈ മാച്ചിൻ്റെ ഡിസൈനിങ് ഫാക്ടറായിട്ട് തോന്നി. സ്കലോണറ്റ എന്ന് പറഞ്ഞ സിസ്റ്റം എത്ര മികച്ച സിസ്റ്റം ആണെങ്കിലും ഒരു ഘട്ടം വരുമ്പോൾ അതിൽ പ്രോപ്പർ സർവീസ് ഓർ പ്രോപ്പർ റിപ്പയർ വേണം. ഡീപോൾ കഴിഞ്ഞ 3 കളിയിലും, അതായത് അയാളുടെ സ്കലോണറ്റ എന്ന് പറഞ്ഞ സിസ്റ്റത്തിൻ്റെ എൻജിൻ എന്നൊക്കെ നമുക്ക് പറയുന്ന ഡീപോൾ കഴിഞ്ഞ 3 കളികളിലും ഫെയ്ഡാണ്. പെർഫോമൻസ് വളരെ വീക്കാണ്. അപ്പം ഡീപോളിനെ കഴിഞ്ഞ 2 മാച്ചിനും സബ് ചെയ്തു അല്ലേ? ഒരു അങ്ങനെ ഒരു എഞ്ചിനായ ഒരു പ്ലെയറെ
സബ് ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ തന്നെ അയാൾ വീക്കാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ പാരഡൈസിനെ കൊണ്ടുവന്നത്. അവിടെ പാരഡൈസിനെ കൊണ്ടുവന്നതും, അതായത് നോക്കൗട്ടിലേക്ക് വന്നപ്പോഴാണ് പാരഡൈസിനെ കൊണ്ടുവരേണ്ടി വന്നത് എന്നുള്ളതാണ്. അപ്പോൾ അയാളുടെ സിസ്റ്റത്തിൽ എന്തൊക്കെയോ കാര്യമായ പ്രശ്നങ്ങൾ. ഇപ്പോൾ അർജൻറ്റീന ഫുട്ബോൾ ഫെഡറേഷന് പോലെ ഈ അർജൻറ്റീന ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിലും പിന്നെ ചർച്ചകളിലൊക്കെ ഇയാൾക്കെതിരെ ഭയങ്കര വിമർശനമുണ്ട്. കാരണം നല്ല പ്ലെയേഴ്സ് ബെഞ്ചിലുണ്ട്, അവരൊന്നും പ്രോപ്പറായി ഉപയോഗിക്കാതെ. ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ സൗദിയോട് തോറ്റതുകൊണ്ട് മാത്രമാണ് പിന്നെ പപ്പു ഗോമസിനൊക്കെ കയറ്റിയിട്ട് എൻസോയെയും, ഒരു വേൾഡ് കപ്പ് യോഗ്യത റൗണ്ട് പോലും കളിക്കാത്ത ഹൂലിയൻ അൽവാരസും എൻസോയും മെക്കാലിസ്റ്ററും ഒറ്റ ക്വാളിഫയിങ് മാച്ച് കളിച്ചിട്ടില്ല കഴിഞ്ഞ കുറി. ആ 3 പേരാണ് ആ വേൾഡ് കപ്പിൽ നിർണായക ശക്തികളായി മാറിയത്, പിന്നെ അയാളുടെ ഏറ്റവും വലിയ ആയുധങ്ങളായി മാറിയത്. അപ്പോൾ ഈ അങ്ങനത്തെ നല്ല പ്ലെയേഴ്സ് ബെഞ്ചിലുണ്ട്. ഇപ്പോൾ ഗുലിയാനോ സിമിയോണിയെ ഇപ്പോൾ ഇന്നലെ ഞാൻ എവിടെയോ വായിച്ചപ്പോൾ കണ്ട ഒരു സംഗതി, ചിലപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ 3-5-2 ഇറക്കാൻ സാധ്യത. അങ്ങനെയാണെങ്കിൽ ഗുലിയാനോ സിമിയോണി 5 പേരെ പിന്നെ സെൻട്രലിൽ ഇറക്കിയിട്ട് അങ്ങനെ ഒരു സാധനം വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അപ്പം അങ്ങനെയാണ് കുറച്ചുകൂടെ വർക്ക് റൈറ്റ് ഉള്ള പ്ലേയേഴ്സിനെ ഇറക്കണം എന്നുള്ളതാണ് അത്ര. ഡീപോള് ആ ടീമിലെ എന്ത് പറഞ്ഞാലും പരാജയമാണെങ്കിലും, പിന്നെ പരാജയം എന്ന് ഞാൻ പറയില്ല, അയാളുടെ ഒരു റോള് ഏറെക്കുറെ ഉണ്ട്. പിന്നെ പറഞ്ഞ പോലെ നമ്മൾ അദ്ദേഹം പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുന്നില്ല. ലാസ്റ്റ് മാച്ച് ഇപ്പോൾ 4-1-3-2 കളിച്ചത്. പരദേശ് ഓട്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇയാൾ കുറച്ചും കൂടി സേഫ് പറഞ്ഞ പോലെ ഒന്നുകൂടി ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് വരേണ്ടതാണ് ഡീപ്പോൾ. അത് വരുന്നില്ല ഇതുണ്ട്. പക്ഷേ പരദേശ് ടീമിലെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് കാലങ്ങളായിട്ട്. ക്ലിയറൻസ് കൊടുത്തു. അത് പരദസ് ഡീപ്പോൾ ഈ ടീമിലെ വർഷങ്ങളായിട്ടുള്ള സംഗതിയാണ്. ഡിപ്പോൾ ഇങ്ങനെ മിഡിൽ പരന്ന് കളിക്കുകയും ഒരേപോലെ ഡിഫൻസും അറ്റാക്കും മിക്സ് ചെയ്യുകയും ചെയ്യേണ്ട ഒരാളാണ്. ഓൾറെഡി ആള് ഹൃദയം കൊണ്ട് മറ്റേ നൂറ പറഞ്ഞ ആ ക്ലിയറൻസ് അർജന്റീന പുറത്തോണ്ട് കട്ടതാണ്. ഒന്ന് ഈ വാർ അതാണ് പ്രശ്നം. ഫിഫ അർജന്റീനക്ക് പിന്നെ ഗുണം ചെയ്തുവെങ്കിൽ പരദസിന്റെ പേര് ഫിഫ എന്നായിരിക്കണം. കാരണം ആ മാച്ചിൽ പരദസാണ് അർജന്റീന രക്ഷിച്ചത്. അല്ല, അപ്പൊ പരദസ് വരുമ്പോൾ അയാൾ ഒരു അസ്തിത്വ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള അയാൾ ഇതുവരെ കളിച്ച ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതിലേക്ക് പരദസ് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഇയാൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം എനിക്ക് തോന്നുന്നു ഡിപ്പോളിനുണ്ട്. ആ ആശയക്കുഴപ്പം തീർക്കേണ്ടത് ഓഫ് കോഴ്സ് പിന്നെ സ്കലോണിയാണ്. സിമിയോണേക്കാൾ കൂടുതൽ അങ്ങനെയെങ്കിലും റിപ്പയർ വരികയാണെങ്കിൽ ലോസെൽസോ പക്ഷേ കുറെ കൂടി ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. അപ്പോൾ എനിക്കൊന്ന് മക്കാലിസ്റ്ററിന്റെ ഒരു പൊസിഷനിലൊക്കെയാണ് ലോസെൽസോ കളിക്കുക. മെക്കാലിസ്റ്ററിനെ വലിച്ചിട്ട് ലോസെൽസോ എന്തായാലും ഇറക്കാൻ കഴിയില്ല. പിന്നെ അൽമാഡയുടെ അവിടെ ഇറക്കാൻ നോക്കണം. അതായത് അൽമാഡയെ ഇറക്കുന്നതിന് പകരം ആണ് എനിക്ക് തോന്നുന്നു പാരഡൈസിനെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡ് ഒന്നും കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി. പക്ഷെ അൽമാഡ ഇന്നലെ സബ് ചെയ്തപ്പോൾ നന്നായി കളിക്കുകയും ചെയ്തു കേട്ടോ. പക്ഷെ ഇന്നലെ വേറെ ഒന്നും, ഇന്നലെ ഈ തോറ്റിരിക്കുന്ന സമയമല്ലേ അന്ന് വിജയ ഗോളിന് വേണ്ടി കളിക്കാൻ പറ്റുന്ന 5 അറ്റാക്കേഴ്സ് ഉള്ളൂ. അൽമാഡ ഉണ്ട്, ലോപ്പസ് എനിക്ക് തോന്നുന്നു കുറെ കൂടെ ഏരിയൽ ബോളൊക്കെ വിൻ ചെയ്യാൻ പറ്റിയ ഒരാളാണെന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് ക്രോസ് വരുന്നില്ല. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞു അതായിരുന്നു, അർജന്റീന ഇങ്ങനെ പിന്നെ ഡി ബോക്സിന്റെ പുറത്ത് വെച്ച് ചുമ്മാ പിന്നെ ഈ ടച്ച് പാസ് ചെയ്ത് കളിക്കാന്നല്ലാതെ നല്ല ഏരിയൽ ഷോട്ട്സ് വരുന്നില്ല, ക്രോസ് വരുന്നില്ല, ഐബോൾ വരുന്നില്ല നമ്മൾ പറയുന്നുണ്ടല്ലോ. ഐബോൾ വന്നിട്ട് ആരാ അവിടെ എടുക്കാനുള്ള എന്നുള്ളൊരു ചോദ്യമാണ്. ലൗട്ടാരോ എടുക്കണം, പക്ഷേ ലോപ്പസ് അതിന് പറ്റിയൊരു പ്ലെയറാണ്. ലോപ്പസിനെ കുറെ കൂടി ഉപയോഗിക്കാം, പക്ഷെ ആരെ വലിക്കും എന്നുള്ള ചോദ്യമാണ്. ഇത് നോക്കി ഇന്നലെ തന്നെ ഒരിക്കലും ഒരു ഫുട്ബോളിന്റെ ഒരു നോർമൽ സ്റ്റാർട്ട് ഇത് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രാക്ടിക്കാലിറ്റി നോക്കട്ടോ. നിക്കോ ഗോൺസാലസ്, അൽമാഡ, മെസ്സി, പിന്നെ ലോപ്പസ്, അൽവാരസ്, പിന്നെ നമ്മളെ ലൗത്താറോ, ഇത്രയും പ്ലേയേഴ്സ് ഒരേ സമയം ഗ്രൗണ്ടിലുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഘട്ടത്തിൽ. അറ്റാക്കിംഗ് ഇതും എല്ലാവരും അറ്റാക്കിംഗ് പ്ലേയേഴ്സാണ്. അപ്പൊ അങ്ങനെ സ്കലോനി അതിനും റെഡിയാണ്. പക്ഷേ ജപ്പാനെതിരെ കൺസലോട്ട് ഇറക്കിയ പോലെയുള്ള ഒരു കണ്ടീഷനാണ് അത്. അതിന്റെ ഒരു ടാക്ടിക്സ് എന്താന്ന് പറയുന്നത് വെച്ചാൽ ഈ 3 സ്ട്രൈക്കേഴ്സ് ഇവർ ഈ ഡിഫെൻസീവ് ബ്ലോക്ക് അത് പൊളിക്കാൻ പറ്റാത്തപ്പോൾ 3 സ്ട്രൈക്കേഴ്സിന് അതിലോട്ട് കടത്തി വിടുമ്പോൾ ഇവരൊന്നും കൂടെ ഒന്ന് സ്പ്ലിറ്റ് ആയിപ്പോയി ഇവരെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ ആൽവാരസിനെ പോലത്തെ ഒരു ആളെ മാർക്ക് ചെയ്യാൻ പറ്റാത്ത അങ്ങനെ ഒരു ഹൈലൈൻ ഡിഫൻസ് അവിടെ ബ്ലോക്ക് വരുമ്പോൾ ഇന്നലെ അൽവാരസ് എടുത്ത പോലെയുള്ള കർവ് കിക്കുകളാണ് നമ്മൾ പ്രതീക്ഷിക്കാൻ. അത് വരുന്നില്ലെന്നേ. ആകെ ഒരൊറ്റ കഴിഞ്ഞൊരു 3 കളി എടുത്താൽ അങ്ങനെ ഒരു ശ്രമം തന്നെ വന്ന്, അങ്ങനെ ഒരു എഫേർട്ട് തന്നെ വന്ന് ആദ്യമായിട്ടാണ്. അതെന്തുകൊണ്ട് വരുന്നില്ല? എൻസോ അങ്ങനെ അടിക്കുന്ന ആളാണെന്നേ. എൻസോ മെക്സിക്കോക്കെതിരെയൊക്കെ അടിച്ചിട്ട് ക്ലബ് ഫുട്ബോൾ ഇഷ്ടം പോലെ അടിച്ചിട്ടുണ്ട്. ഗംഭീര ഗോൾ മെക്സിക്കോ. പക്ഷെ അവൻ പുള്ളി ഇവിടെ ഭാഗത്തുനിന്ന് അത് ഉണ്ടാകുന്നില്ല. അതൊക്കെ തീരും ഇംഗ്ലണ്ടിനെതിരെ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. 2002 കൂടി പറഞ്ഞ അവസാനം 2002 ഇംഗ്ലണ്ട് ആദ്യം ഒരു ഗോൾ അടിച്ചു ബെക്കാമിന് പെനാൽറ്റി ഗോൾ വന്നതിന് ഇംഗ്ലണ്ട് കളിച്ച കളിയുണ്ട്. അൾട്രാ ഡിഫൻസീവ് ചെയ്യുന്നത് അടുക്ക ഇയാളുടെ
ബിയൽസ സിസ്റ്റത്തിന്റെ പോരായ്മകൾ ഇങ്ങനെ കളിച്ചെന്ത് ചെയ്യുന്നുള്ളൊരു ചോദ്യം വന്ന സംഗതി തന്നെ അതിൽ പരാജയപ്പെടും. ലിയോ ഫെർഡിനാൻഡും ബെക്കാമും എനിക്കൊന്ന് ടെറിയും ഒക്കെ ഉള്ള ഒരൊറ്റ കാര്യം കൂടെ ചോദിച്ചിട്ട് നമുക്കിപ്പോൾ നമ്മൾ ഒരുപാട് സമയമായി തോന്നണം. അപ്പോൾ ആരായിരിക്കും മെസ്സി അല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സ് ഫാക്ടർ ആരായിരിക്കും പെട്ടെന്ന് പറഞ്ഞോ അർജന്റീനയിൽ ഒരു ബെസ്റ്റ് പ്ലെയർ? ഇനി ഇംഗ്ലണ്ടിന്റെ സൈഡിൽ നിന്നും ഒരു 2 പ്ലെയേഴ്സ് സേഫുക്കാക്ക് തോന്നുന്നത്, അതായത് ആരായിരിക്കും ആ ഒരു ഡിസിസീവ് മൂവ്മെന്റിൽ ആ ടീമിന് വേണ്ടി ആക്ട് ചെയ്യുക? പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. എനിക്ക് തോന്നുന്നു ഒരു എക്സ് ഫാക്ടർ അടുത്ത മത്സരത്തിൽ വരെ ഹൂലിയൻ ആൽവാരസ്, അത് അർജന്റീന. ഇനി ഈ ഒരു ഇംഗ്ലണ്ടിന്റെ സൈഡിലോട്ട് വരുമ്പോൾ ജൂഡ് ബെല്ലിംഗം ഷാഫിക പറഞ്ഞു. ബെല്ലിംഗാം എന്നുള്ള ആ സംഗതി തന്നെയാണ് ഞാനും ഇതിൽ കാണുന്നത്. പിന്നെ ഇലിയറ്റ് ആൻഡേഴ്സൺ ആയിരിക്കും ഡിഫൈനിങ് ഫാക്ടർ ആ ടീമിന്റെ. അയാളുടെ റേറ്റിംഗ് 5-ൽ താഴെയാണെങ്കിൽ ഇംഗ്ലണ്ട് തോറ്റിട്ടുണ്ടോ? ഇലിയറ്റ് ആൻഡേഴ്സൺ നോട്ടിംഗം ഫോറസ്റ്റിന്റെ പ്ലെയർ ആണെന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതുപോലെ തന്നെ ഒരു പ്രഡിക്ഷനും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. പിന്നെ ഇംഗ്ലണ്ട് അർജന്റീന ഞാൻ ഓൾറെഡി പറഞ്ഞു അർജന്റീന ഇതുവരെ ഷൂട്ടൗട്ടിലേക്ക് പോയിട്ടില്ല, സെമിയിലും പോയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. പറയാൻ പറ്റില്ല.